കേരളത്തിൽ അക്രമം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഭരണഘടനയ്ക്കുള്ളിൽ നിന്ന് കൊണ്ടുള്ള പ്രത്യാഘാതം സംസ്ഥാന സർക്കാരിനും സിപിഐഎമ്മിനും നേരിടേണ്ടി വരും. ഓർഡിനൻസ് കൊണ്ടുവരുമോ എന്ന ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി ബിജെപി. വിഷയം കോടതിയുടെ പരിഗണനയിലാണ്, അതിനാൽ അതിനെക്കുറിച്ച് പ്രതികരിക്കാനില്ല. സംസ്ഥാന സർക്കാർ എന്ത് പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന ചോദ്യത്തിന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകുമെന്ന് ബിജെപി വക്താവ്. ബിജെപി നേതാവ് GVL നരസിംഹറാവു നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഭീഷണി. വിവരങ്ങളുമായി ഹരീഷ് ജരികണ. ഹരീഷ്, എന്താണ് ഈ ഭീഷണിയിലൂടെ മനസ്സിലാക്കേണ്ടത്? എന്താണ് അദ്ദേഹം പറഞ്ഞത്? പ്രിയ, BJP നേതാവായിരുന്ന GVL നരസിംഹറാവു അദ്ദേഹം ഇന്ന് ഉച്ചയോടുകൂടി തന്നെയായിരുന്നു ദില്ലി BJP ആസ്ഥാനത്ത് വെച്ച് പത്രസമ്മേളനം വിളിച്ചത്. ആ പത്രസമ്മേളനത്തിലാണ് സംസ്ഥാന സർക്കാരിനെതിരെ കനത്ത രീതിയിൽ ഭീഷണി മുഴക്കിക്കൊണ്ടുള്ള പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഈ വിഷയത്തിൽ കേരളത്തിൽ അക്രമം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള പ്രത്യാഘാതം സംസ്ഥാന സർക്കാരിനും CPM-നും നേരിടേണ്ടി വരുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കേരളത്തിലെ സംഭവ വികാസങ്ങൾ എല്ലാവർക്കും തന്നെ, എല്ലാ മനുഷ്യർക്കും തന്നെ അറിയുന്ന കാര്യം തന്നെയാണ്. കാരണം ഈ ശബരിമല യുവതീ പ്രവേശന വിധി പ്രസ്താവിച്ച സുപ്രീം കോടതിയാണ്. ആ സുപ്രീം കോടതി വിധി നടപ്പിലാക്കുക മാത്രമാണ് സംസ്ഥാന സർക്കാർ ചെയ്തിരിക്കുന്നത്. ആ സംസ്ഥാന സർക്കാർ അത് മാത്രം ചെയ്തതുകൊണ്ട് അടിസ്ഥാനത്തിൽ തന്നെ KSRTC അടക്കമുള്ള വാഹനങ്ങളും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ എല്ലാ പൊതുമുതലടക്കമുള്ള പല വസ്തുക്കളും നശിപ്പിക്കുന്ന ഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം തന്നെ മറച്ചു വെച്ചുകൊണ്ട് തന്നെ എല്ലാം സംസ്ഥാന സർക്കാർ ചെയ്തു എന്ന തരത്തിലാണ് അദ്ദേഹം പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതേ വിഷയത്തിൽ തന്നെ അദ്ദേഹം പ്രധാനമായി തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം ചോദിച്ചപ്പോൾ ഈ വിഷയത്തിൽ കോൺഗ്രസും BJP-യും ആദ്യം തൊട്ടേ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ചാഞ്ചാടിക്കൊണ്ട് തന്നെ മലക്കം മറിഞ്ഞുകൊണ്ട് തന്നെ നടന്നിരുന്നു. എന്നാൽ ആ വിഷയത്തിൽ ഓർഡിനൻസ് ഇറക്കണമെന്ന് ഇന്നലെ മീനാക്ഷി ലേഖി ഈ പറഞ്ഞ പാർലമെന്റിൽ ഈ ലോക്സഭയിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ വിശ്വാസ കാത്തുവയ്ക്കണം, ആചാരങ്ങളെ ഒഴിവാക്കി കളയാൻ വേണ്ടി സാധിക്കില്ലെന്ന് പറഞ്ഞ ഒരു പ്രസംഗം നടത്തി. തൊട്ടുപിറകെ KC വേണുഗോപാൽ, കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ ഇതേ പ്രസ്താവന നടത്തി ഓർഡിനൻസ് ഇറക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടു. അതായത് BJP-യും കോൺഗ്രസും ഒരേ ത്രാസിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. അവർ ഒരേ തരത്തിലാണ് പ്രകടന പരിപാടികളും പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കുന്നത്. എന്നാൽ ആ വിഷയത്തിൽ ഓർഡിനൻസ് കൊണ്ടുവരുമോ എന്ന ചോദ്യത്തിൽ നിന്ന് അദ്ദേഹം BJP-യുടെ വക്താവായിരിക്കുന്ന GVL നരസിംഹറാവു ഒഴിഞ്ഞു മാറുന്ന ഘട്ടമുണ്ടായി. അതിന് അദ്ദേഹം ഒരു ചെറിയൊരു ന്യായീകരണം പറഞ്ഞിരിക്കുന്നു. വിഷയം കോടതിയുടെ പരിഗണനയിലാണെന്ന് മാത്രം. അതായത് വ്യക്തമായി തന്നെ രാഷ്ട്രീയ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്. കാരണം രാഷ്ട്രീയപരമായി വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഇതിനെ വോട്ടാക്കി മാറ്റുക എന്നൊരു ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ. നിലവിൽ എന്തായാലും കേരളത്തിൽ സമാധാനം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടിയിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്താ ഈ വിഷയത്തിൽ തന്നെ ശക്തമായി തന്നെ സംസ്ഥാന സർക്കാരിനെ ഒരു തരത്തിൽ ഭീഷണിപ്പെടുത്തുക തന്നെയാണ് BJP-യുടെ നേതൃത്വം ചെയ്യുന്നതെന്ന് പറയേണ്ടി വരും. കാരണം ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ എന്തു പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ചോദ്യം ചോദിച്ചപ്പോൾ അത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാമെന്ന് പറഞ്ഞ് തന്നെ ഒഴിഞ്ഞു മാറുന്നു. ഇതിൽ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഗവർണർ റിപ്പോർട്ട് തേടിയിരുന്നു. ഈ ഗവർണർ റിപ്പോർട്ട് തേടിയ അടിസ്ഥാനത്തിൽ ഗവർണർ ഭരണം ഏർപ്പെടുത്താൻ വേണ്ടി സാധിക്കും. കേന്ദ്രത്തിൽ സംസ്ഥാന സർക്കാരിന് മേൽ അധികാരം കൈകടത്തിക്കൊണ്ട് തന്നെ കേരളത്തിന്റെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും എന്നിങ്ങനെയുള്ള ചില ചിന്തകളാണ് BJP നേതൃത്വത്തിന് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രം ഭരിക്കുന്ന BJP-യുടെ വക്താവായിരിക്കുന്ന GVL നരസിംഹറാവു തന്നെ കേരളത്തിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഈ വിഷയം കോടതിയുടെ പരിഗണനയാണെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറിയ ഇവർ എന്തായാലും കേരളത്തിലെ സർക്കാർ എന്തായാലും പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. എന്തായാലും വ്യക്തമായി തന്നെ ഇത് ഭീഷണിയാണെന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും കേന്ദ്ര നേതാക്കൾ എല്ലാവരും തന്നെ കേരളത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. കാരണം ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ 3 ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കേരളം സന്ദർശിക്കാൻ പോകുന്നത്. അതെല്ലാം തന്നെ വളരെ രീതിയിലുള്ള ഈ പറയുന്ന കലാപങ്ങൾക്ക് കോപ്പ് കൂട്ടാനുള്ള ഒരു വശം തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം തൊട്ടുപിറകെ തന്നെ ഈ പറയുന്ന ദേശീയ അധ്യക്ഷനായിരുന്ന അമിത്ഷായും കേരളം സന്ദർശിക്കുന്നു. എന്തായാലും UP അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഗുജറാത്തിലും എല്ലാം നടന്നതുപോലെ തന്നെ ഒരു വർഗീയ കലാപം സൃഷ്ടിച്ചുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കേരളത്തിലെ ഒരു കലാപം സൃഷ്ടിക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ പല ഗവർണർ ഭരണം കൊണ്ടുവരിക, കേരളത്തിന്റെ സംസ്ഥാന സർക്കാരിനെ താഴെയിടുക എന്നിങ്ങനെ ഒരു നിയമസഭ എന്ന് പറഞ്ഞാൽ ജനാധിപത്യം എന്ന ഒരു രീതിയെയും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണം തന്നെയായിരുന്നു കാശ്മീർ വിഷയവും. കാശ്മീരിൽ തന്നെ എന്തായാലും PDP-യുമായി സഖ്യം വിട്ടെങ്കിലും തുടർന്ന് PDP കോൺഗ്രസ് അതുപോലെ തന്നെ മറ്റുള്ള കക്ഷികളെയും കൂട്ടിച്ചേർന്ന് തന്നെ ഭൂരിപക്ഷം കാണിച്ചു. 56ഓളം സീറ്റ് അവർക്കുണ്ടെന്ന് കാണിച്ചു. എന്നാൽ തുടർന്ന് രാത്രിയോട് കൂടി തന്നെ ഈ ആവശ്യം മുന്നോട്ട് വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സത്യപാൽ മാലിക് ഈ സഭ പിരിച്ചുകൊണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഗവർണർ ഭരണം ഏർപ്പെടുത്തുന്നു. തുടർന്ന് 6 മാസത്തിന് ശേഷം അവിടെ ഇപ്പോൾ രാഷ്ട്രപതി ഭരണം വരുന്നു. അങ്ങനെ ജനാധിപത്യ സമ്പ്രദായത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് BJP-യുടെ ഒരു രീതിയാണെന്നുള്ളതിലെ ചർച്ച വലിയ രീതിയിൽ ചർച്ചയുണ്ടായിരുന്നു. കാരണം അതിന്റെ മറ്റൊരു ഉദാഹരണം തന്നെയായിരുന്നു CBI കേസും അതുപോലെ തന്നെയുള്ള RBI അടക്കമുള്ള സ്ഥാപനങ്ങൾ. നമ്മൾ ആ വിഷയത്തിലേക്ക് ഒന്നും പോവേണ്ടതില്ല. പക്ഷേ ഇതിൽ പ്രധാനമായി തന്നെ ഇന്ത്യയിലെ നിയമവ്യവസ്ഥ ഇല്ലാതാക്കുക, നിയമസഭാ ജനാധിപത്യ സമ്പ്രദായത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് BJP-യുടെ തത്വമാണെന്ന് പിന്നെയും
തെളിയിക്കുകയാണ്. കാരണം അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇങ്ങനെയാണെങ്കിൽ കേരളത്തിൽ അക്രമം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഭരണഘടനയ്ക്കുള്ളിൽ നിന്ന് കൊണ്ടുള്ള പ്രത്യാഘാതം സംസ്ഥാന സർക്കാരും CPM നേരിടേണ്ടി വരുന്നുള്ള ഭീഷണി വക്താവ് നടത്തിയിരിക്കുന്നത്. ഇന്ന് BJPയുടെ നേതാവ് GVL നരസിംഹറാവു ആണ് ഇങ്ങനെ പത്രസമ്മേളനത്തിൽ വെച്ചൊരു ഭീഷണി മുഴക്കിയിരിക്കുന്നത്. പ്രിയ, കേരളത്തിനെതിരെ BJPയുടെ ഭീഷണി, ഭരണഘടനയ്ക്കുള്ളിലുള്ള പ്രത്യാഘാതം കേരളം നേരിടേണ്ടി വരുമെന്ന BJP നേതാവ് GVL നരസിംഹറാവു അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഇത്തരത്തിലൊരു ഭീഷണി വന്നിരിക്കുന്നത്. ഇതിന്റെ വിവരങ്ങളാണ് ദില്ലിയിൽ നിന്നും ഹരീഷ് നൽകിയത്. കണ്ണൂരിൽ സംഘപരിവാർ കലാപ നീക്കം. AN ഷംസീർ MLAയുടെയും CPIM മുൻ ജില്ലാ സെക്രട്ടറി P ശശിയുടെയും വീടിന് നേരെ ബോംബെറിഞ്ഞു. ഇരിട്ടി പെരുമ്പറമ്പിൽ CPIM പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം. തലശ്ശേരി മേഖലയിൽ CPIM പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ വ്യാപക അക്രമമുണ്ടായി. തലശ്ശേരി മേഖലയിൽ കലാപത്തിനുള്ള ഒരു ശ്രമമാണ് RSSന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇന്നലെ രാത്രി AN ഷംസീർ MLA മുൻകൈയെടുത്താണ് സമാധാന യോഗം വിളിച്ചു ചേർത്തത്. ഈ സമാധാന യോഗം പുരോഗമിക്കുന്നതിനിടയിലാണ് ഷംസീർ MLAയുടെ വീടിന് നേരെ ബോംബാക്രമണം ഉണ്ടായത്. സമാധാന യോഗത്തിൽ വെച്ച് ആക്രമണം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകുകയും അതേസമയം തന്നെ അണികളെ അക്രമത്തിന് പറഞ്ഞയക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് RSS നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. AN ഷംസീർ MLAയുടെ വീടിന് ആക്രമണമുണ്ടായത് പിന്നാലെ തന്നെ CPIMന്റെ മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ശശിയുടെ വീടിന് നേരെ ബോംബാക്രമണം ഉണ്ടായി. അങ്ങനെ നിരവധി CPIM പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും വീടുകൾക്ക് നേരെയാണ് തലശ്ശേരി മേഖലയിൽ ആക്രമണം ഉണ്ടാകുന്നത്. AN ഷംസീർ MLA ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് ചോദിക്കാം, ഇന്നലെ ഈ സമാധാന യോഗം നടക്കുന്നതിനിടയിലാണ് ആക്രമണം ഉണ്ടായത്? സമാധാന യോഗത്തിൽ, അതായത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തലശ്ശേരി മേഖലയിൽ സമാധാനത്തിന് വേണ്ടി മുൻകൈയെടുക്കണം എന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ SP-യുമായി സംസാരിച്ച് SP ശിവവിക്രം, അതുപോലെ തന്നെ തലശ്ശേരി സബ് കളക്ടർ ആസിഫ് യൂസഫ്, ഒപ്പം ഞങ്ങൾ 3 പേരും CPIMൻ്റെയും ഒപ്പം RSSൻ്റെയും നേതൃത്വവുമായി ഇരുന്ന് 1-to-1 ആയി ചർച്ച ചെയ്ത് സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് എൻ്റെ വീട് ആക്രമിച്ചത്. അപ്പം അതിലൂടെ അവർ നൽകുന്ന സന്ദേശം, സമാധാന ശ്രമങ്ങൾക്ക് ശ്രമിക്കുന്നവരെ ഞങ്ങൾ ആക്രമിക്കും, നാട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ ഒരു തരത്തിലും ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ്. ഉത്തരേന്ത്യൻ മോഡൽ സംഘർഷമാണ് കഴിഞ്ഞ 4 ദിവസമായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിൽ CPIMന് നേരിട്ടൊരു പങ്കുമില്ല. സുപ്രീം കോടതിയുടെ വിധിയാണ്. ഇനി ഈ വിധിയെ മറികടക്കാനാണെങ്കിൽ ഓർഡിനൻസ് കൊണ്ടുവരാം BJPക്ക്. അതിനൊന്നും ശ്രമിക്കാതെ നാട്ടിൽ സ്വൈരജീവിതത്തിന് തടസ്സം നിൽക്കുന്ന സമീപനമാണ് RSSും BJPയും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ തലശ്ശേരി മേഖലയിലുണ്ടായ സംഘർഷം. യാതൊരു പ്രകോപനവുമില്ല, തലശ്ശേരിയിൽ ഒരു പ്രശ്നങ്ങളുമില്ല. ഈ പറഞ്ഞ ഹർത്താലിന് മുമ്പ് ഇവർ കയറിയെന്ന് പറയുന്ന ദിവസം ഇവർ റോഡ് തടഞ്ഞിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഹർത്താൽ ദിവസം CPIMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി NC ബാലൻ്റെ വീട്, CPIMന് അനുഭാവിക സർക്കാർ ജീവനക്കാരൻ്റെ വീട് അടിച്ച് തകർക്കുന്നു, വാഹനങ്ങൾ തകർക്കുന്നു, ബൈക്കുകൾ തകർക്കുന്നു. തുടർന്നാണ് സമാധാന ശ്രമത്തിന് വേണ്ടി എൻ്റെ ഭാഗത്ത് മുൻകൈ ഉണ്ടായത്. അപ്പോൾ സമാധാന ശ്രമങ്ങൾക്ക് മുൻകൈ എടുക്കുന്നവരെ പോലും ആക്രമിക്കുന്നു. എൻ്റെ വീട് ആക്രമണത്തിന് ശേഷമാണ് CPIMൻ്റെ മുൻ ജില്ലാ സെക്രട്ടറി സഖാവ് P ശശിയുടെ വീട് നേരെ ആക്രമിക്കുന്നത്, വലിയ രീതിയിലുള്ള ബോംബാക്രമണം നടത്തിയത്. അപ്പോൾ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക, നാട്ടിൽ സമാധാനത്തിന് തടസ്സം നിൽക്കുക എന്ന സമീപനമാണ് RSS സ്വീകരിക്കുന്നത്. ഇതിനെതിരെ ജനാധിപത്യ വിശ്വാസികൾ പ്രതികരിക്കണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. സമാധാന യോഗത്തിൽ RSSന്റെ നേതാക്കന്മാർ സ്വീകരിച്ച നിലപാട് എന്താണ്? സമാധാന യോഗത്തിൽ അവർ സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടി ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുമെന്ന് പതിവ് പല്ലവി ആവർത്തിക്കുകയാണ് ചെയ്തത്. എല്ലായ്പ്പോഴും അവർ പറയും ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും, ഞങ്ങൾ സമാധാനത്തിന് വേണ്ടി നിൽക്കും. ആ പതിവ് പല്ലവിക്കപ്പുറത്ത് ഒരു ഭാഗത്ത് ഈ രീതിയിൽ സമാധാന കമ്മിറ്റി യോഗങ്ങൾക്കകത്ത് വന്നിരിക്കുക, മറുഭാഗത്ത് അറ്റ് എ ടൈം തന്നെ ആയുധങ്ങളുമായി ആളുകൾ പറഞ്ഞയക്കുക. ഇതാണ് അവരുടെ രീതി. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് കണ്ണൂരിൽ കണ്ടത്, തലശ്ശേരിയിൽ കണ്ടത്. RSS ഒരു ഭാഗത്ത് CPIMനെയാണ് ആക്രമിക്കുന്നതെങ്കിൽ, കേരളത്തിൽ ആക്രമിക്കുന്നതെങ്കിൽ, ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിൽ ദളിതുകളെയും മുസ്ലിങ്ങളെയുമാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമാധാന ശ്രമങ്ങൾക്ക് മുൻകൈയെടുത്താണ് ഒരു ജനപ്രതിനിധിയുടെ വീടിന് നേരെ ആക്രമണം നടത്താനുള്ള ഒരു കാരണമായി കണക്കാക്കുന്നത്. ജനപ്രതിനിധികൾ പോലും അവർക്ക് പ്രശ്നമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആരെന്നുള്ള CPIMൻ്റെ ഒരു ഉത്തരവാദപ്പെട്ട പ്രവർത്തകൻ, ജനപ്രതിനിധി ആയിക്കോട്ടെ, ആരെയും ഞങ്ങൾ ആക്രമിക്കും, ആരെയും ഞങ്ങൾ കൊല്ലും. എൻ്റെ വീടിന് നേരെ ഉണ്ടാകുന്ന തുടർച്ചയായ ശ്രമം, എനിക്ക് നേരെ ഉണ്ടാകുന്ന കോൺസിക്യൂട്ടീവായ ശ്രമങ്ങളുടെ തുടർച്ചയിൽ ഏറ്റവും ഒടുവിലത്തെ സംഭവം മാത്രമാണ് ഇന്നലെ ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവം മാത്രമാണ് ഈ RSSൻ്റെ സംഘം നടത്തി. RSSൻ്റെ ഉയർന്ന നേതൃത്വം അറിയാതെ, ഏതെങ്കിലും ഒരു ശിക്ഷക്കിൻ്റെ തീരുമാനപ്രകാരമല്ല, മറിച്ച് RSSൻ്റെ ഉന്നത നേതൃത്വത്തിൻ്റെ സമ്മതത്തോടെ, അറിവോടുകൂടിയാണ് ഇന്നലെ എൻ്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്.
വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു ആക്രമണം തന്നെയാണ് AN ഷംസീർ MLAയുടെ വീടിന് നേരെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കാരണം സമാധാന യോഗം പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായത്. ഏതായാലും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് ഊർജിതമായി നടത്തിയിട്ടുണ്ട്. തലശ്ശേരി നഗരത്തിൽ പോലീസിന്റെ നേതൃത്വത്തിൽ റൂട്ട് മാർച്ച് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. കൂടുതൽ പോലീസ് സേനയെ വിന്യസിക്കുകയും നിരവധി പേരെ കരുതൽ തടങ്കലിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ സമാധാനം നിലനിർത്താനുള്ള ഒരു ശ്രമം പോലീസ് തലശ്ശേരി മേഖലയിൽ കാര്യക്ഷമമായി തന്നെ പോലീസ് സംവിധാനം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വ്യാപക അക്രമ പരമ്പരകൾ തുടരുന്ന പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകി DGP ലോക്നാഥ് ബെഹ്റ. അവധിയിലുള്ള ഉദ്യോഗസ്ഥരോട് തിരികെ ജോലിയിൽ പ്രവേശിക്കാനും നിർദ്ദേശം. കണ്ണൂരിൽ നടക്കുന്നത് RSS നേതൃത്വം ആസൂത്രണം ചെയ്ത അക്രമ സംഭവങ്ങളെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്കും ന്യൂനപക്ഷങ്ങൾക്കുമെതിരായ കലാപമാണ് RSS ലക്ഷ്യമിടുന്നത്. നാട്ടിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ CPIM മുൻകൈയെടുക്കും. അക്രമമുണ്ടായാൽ ജനങ്ങളുടെ ചെറുത്തുനിൽപ്പ് ഉണ്ടാകുമെന്നും P. ജയരാജൻ തലശ്ശേരിയിൽ പറഞ്ഞു. നാട്ടിലാകെ കലാപം ഉണ്ടാക്കുക എന്നതാണ് RSSന്റെ പരിപാടി. ഇതിൻ്റെ ഭാഗമായിട്ടാണ് CPM പ്രവർത്തകന്മാരുടെയും നേതാക്കന്മാരുടെയും വീടുകൾക്ക് നേരെയുള്ള ആക്രമണം. അപ്പോൾ വീടുകൾ മനുഷ്യൻ്റെ അഭയസ്ഥാനമാണ്. ആ അഭയസ്ഥാനത്തെ കടന്നാക്രമിക്കുക എന്നത് RSSന്റെ കൃത്യമായ പദ്ധതിയാണ്. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നത് ഒരു ഫാസിസ്റ്റ് രീതിയാണ്. അതാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. ഇവിടെ CPMനെതിരായിട്ടുള്ള ഒരു കലാപം മാത്രമല്ല RSS ഉദ്ദേശിക്കുന്നത്, മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള കലാപം. കേരളത്തിൽ RSSന്റെ ഓരോ നീക്കങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് മതനിരപേക്ഷ ജനാധിപത്യ സമൂഹം ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കുന്നു. അതിൻ്റെ മുൻപന്തിയിൽ CPM ഉണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുണ്ട്. അപ്പോൾ ജനങ്ങളെ ബോധവാന്മാരാക്കിക്കൊണ്ട് RSSന്റെ യഥാർത്ഥ ഉദ്ദേശ്യം എന്താണ്? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കലാപം, ന്യൂനപക്ഷ വിരുദ്ധ കലാപം, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉറപ്പുണ്ടാക്കാൻ പറ്റും. അതിനാണ് CPIM അഭ്യർത്ഥിക്കുന്നത്. മന്ത്രി AK ബാലൻ മാധ്യമങ്ങളെ കാണുന്നു, അതിലേക്ക്. വളരെ പ്രൗഢ ഗംഭീരമായി പരിപാടിയുടെ ഉള്ളടക്കത്തിനൊന്നും ഒരു മാറ്റമില്ലാതെ പയ്യന്നൂരിൽ വെച്ച് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായി. നമ്മുടെ കേരളത്തിൽ നിരവധി തവണ മഹാത്മാഗാന്ധി വന്നിട്ടുണ്ട്. വന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഗാന്ധി സ്മരണ പുതുക്കിക്കൊണ്ട് വിവിധ പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചു. അപ്പൊ ഇതിന്റെ സമാപനം കുറിച്ചുകൊണ്ട് 4 സ്ഥലത്ത് മെഗാ കൾച്ചറൽ പ്രോഗ്രാം അനുബന്ധമായി സംഘടിപ്പിച്ച് വൈവിധ്യമുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് ഈ 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടി അവസാനിക്കുക. അപ്പൊ പാലക്കാട് ശബരി ആശ്രമത്തിൽ 3 പ്രാവശ്യം മഹാത്മാഗാന്ധി വന്നിട്ടുണ്ട്. അവസാനം 1936 ജനുവരി മാസം 10-നാണ്. 2 പ്രാവശ്യം കസ്തൂർബാ ഗാന്ധി ഉണ്ടായി. 36 വർഷത്തിന് ശേഷം ഏതാണ്ട് 84 വർഷം പിന്നിടുകയാണ്. ആ സ്മരണ പുതുക്കിക്കൊണ്ട് 10 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിലാണ് നമ്മളെ ശബരി ആശ്രമത്തിൽ വിപുലമായ പരിപാടികളോടുകൂടി ഇത് ആചരിക്കുന്നത്. അതുപോലെ തന്നെ ബംഗാനൂർ അയ്യങ്കാളിയോടൊപ്പം മഹാത്മാഗാന്ധി ചെലവഴിച്ച ആ പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയും ഇതേ രൂപത്തിൽ തന്നെ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അത് ജനുവരി മാസം 14 മുതൽ 16 വരെയാണ്. വൈക്കം വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. വൈക്കത്ത് 17-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് ജനുവരി മാസം സംഘടിപ്പിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം ഒഴുകിയിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ തവന്നൂര്. അവിടെ ഫെബ്രുവരി മാസം 8 മുതൽ 12 വരെയാണ്.
അപ്പൊ ഈ 4 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ കേന്ദ്രീകരിച്ച് ഇതിന്റെ സമാപനം സംഘടിപ്പിക്കുന്നത്. ഇവിടെ സംഘടിപ്പിക്കുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരു സ്വാഗത സംഘാടക സമിതി ആദ്യം തന്നെ രൂപീകരിച്ചിരുന്നു. അതിന്റെ ഭാഗമായി ദീപശിഖ റാലി, അനുസ്മരണ സമ്മേളനം, സെമിനാറുകൾ, സാഹിത്യ സമ്മേളനം, ഗാന്ധി ചിത്രരചനാ സംഗമം, വിവിധ വകുപ്പുകളുടെ പ്രദർശനങ്ങൾ, വിദ്യാർത്ഥികൾക്കായിട്ടുള്ള മത്സരങ്ങൾ, കലാപരിപാടികൾ, ഇതൊക്കെ ഈ 10-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഇവിടെ നടക്കും. നല്ല രൂപത്തിലുള്ള പരിപാടിയായിരിക്കും. അതിൽ എല്ലാവരും പൊതുവെ സഹകരിക്കും. പത്രദൃശ്യ മാധ്യമ സുഹൃത്തുക്കളുടെ നല്ല സഹായവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ജനുവരി മാസം 10-ാം തീയതി ഇതിന്റെ ദീപശിഖ റാലി 4 മണിക്ക് പാലക്കാട് കോട്ട മൈതാനം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിക്കും. അത് ഫ്ലാഗ് ഓഫ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശാന്തകുമാരി നിർവഹിക്കും. അതുപോലെ തന്നെ വൈകുന്നേരം 5 മണിക്ക് ദീപശിഖ സ്വീകരണം. അതോടൊപ്പം തന്നെ 5:15 പ്രദർശനങ്ങളുടെ ഉദ്ഘാടനം നടന്നു. പ്രദർശനങ്ങളുടെ ഉദ്ഘാടനം വകുപ്പ് മന്ത്രി തന്നെയായിരിക്കും. വൈകുന്നേരം 5 മണിക്ക് 5:30 ശബരി ആശ്രമം അകത്തേത്തറ പരിപാടികൾ നമ്മൾ ആരംഭിക്കും. ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം. അധ്യക്ഷത വഹിക്കുന്നത് സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരിക്കും. സ്വാഗതം ജില്ലാ കളക്ടറായിരിക്കും. ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദനായിരിക്കും. പിന്നെ നമ്മുടെ ജില്ലയിലെ MP-മാരും MLA-മാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും അതിൽ പങ്കെടുക്കും. വൈകുന്നേരം 7:15 കലാപരിപാടികൾ. അത് ഭാരത് ഭവൻ സംഘടിപ്പിക്കുന്ന അന്തർ സംസ്ഥാന സംഗീത നൃത്ത രൂപങ്ങളാണ്. രാജസ്ഥാൻ, ഗുജറാത്ത്, പഞ്ചാബ്, ആ 3 സംസ്ഥാനങ്ങളിലെ നല്ല കലാകാരന്മാരുടെ പരിപാടികളാണ് അന്നുണ്ടാകുക. ജനുവരി 11 രാവിലെ നമ്മൾ സെമിനാറുകളുടെ ഔപചാരികമായിട്ടുള്ള പൊതു ഉദ്ഘാടനം നടത്തും. അതിന്റെ ഉദ്ഘാടനം C. രാധാകൃഷ്ണനാണ്. അത് നീതി നിഷേധത്തിനെതിരെയുള്ള പ്രതിരോധങ്ങൾ, ഇതാണ് സെമിനാറിന്റെ വിഷയം. അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ച് ലിംഗനീതി നിഷേധത്തിനെതിരെ ഗാന്ധിജി, അത് ഉച്ചന്റെ മുമ്പ് തന്നെ ആ സെമിനാർ നടന്നു. ഉച്ചയ്ക്ക് ശേഷം സാമൂഹ്യനീതി സിദ്ധാന്തവും ഗാന്ധിജിയും, അതിന്റെ ഉദ്ഘാടനം ജസ്റ്റിസ് ചേറ്റൂർ ശങ്കരൻ നായരായിരുന്നു. പിന്നെ 5:30 മണിക്ക് അനുസ്മരണ സമ്മേളനം. ബഹുമാനപ്പെട്ട K. കൃഷ്ണൻകുട്ടി ജലവിഭവ വകുപ്പ് മന്ത്രി അന്ന് സ്വരലയന്റെ പരിപാടികളും ഉണ്ടാകും. TR കൃഷ്ണസ്വാമി കുടുംബാംഗങ്ങളെ ആദരിക്കുന്ന പരിപാടിയും സ്വാതന്ത്ര്യ സമര സേനാനി TR കൃഷ്ണസ്വാമി, പിന്നെ കർത്താട് അതെ കർത്താട് ബാലചന്ദ്രന്, അയാൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന മുതിർന്ന
സ്വാതന്ത്ര്യ സമര സേനാനാണ്. അദ്ദേഹത്തെ ആദരിക്കും. മുഖ്യ അതിഥി MP രാജേഷ് ആയിരിക്കും. ജനുവരി അന്ന് വൈകുന്നേരം ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്വരലയ ഒരുക്കുന്ന വിവിധ പരിപാടികളാണ്. ജനുവരി 12 സെമിനാർ രാവിലെ ഗാന്ധിജിയും സാമ്പത്തിക നീതി. അതില് മുണ്ടൂർ അതിന്റെ ഉദ്ഘാടനം പ്രൊഫസർ MM നാരായണനാണ്. PA വാസുദേവനും KN ഗംഗാധരനും TV കുഞ്ഞിക്കണ്ണനും ഈ സെമിനാറിൽ പങ്കെടുക്കും. എന്റെ അവതരണം കുമാരി ശിവാനിയാണ്. അതെ. പിന്നെ ഉച്ചതിരിഞ്ഞ് ഗാന്ധിജി മലയാള സാഹിത്യത്തിൽ വൈലോപ്പള്ളി കവിതയോട് കൂടിയിട്ടാണ് ആരംഭിക്കുക. ഉദ്ഘാടനം അശോകൻ ചെരുവിലായിരുന്നു. പ്രൊഫസർ SK വസന്തൻ, EP രാജഗോപാലൻ, ഡോക്ടർ PR ജയശീലൻ അവരിതിൽ പങ്കെടുക്കും. അന്ന് വൈകുന്നേരം 5:30 സാഹിത്യ സമ്മേളനമാണ്. നമ്മൾ ലളിതാംബിക അന്തർജനത്തിന്റെ കവിത ചൊല്ലിക്കൊണ്ടായിരിക്കും. ഉദ്ഘാടനം ആശാ മേനോനാണ്. അധ്യക്ഷം വഹിക്കുന്നത് മുണ്ടൂർ സേതുമാധവനാണ്. EP രാമചന്ദ്രൻ, ഷൗക്കത്ത്, VT നരേന്ദ്രമേനോൻ ഇവരൊക്കെ ഇതിൽ പങ്കെടുക്കും. കലാപരിപാടികൾ പിന്നെ ഇതല്ലേ അന്നത്തെ പരിപാടി L. ശങ്കർ, ശ്രീ ദിലീപ്, ശ്രീ മഞ്ജുനാഥ് എന്നിവർ അവതരിപ്പിക്കുന്ന സംഗീത സമന്വയമുണ്ടാവും. നമ്മളെ ഈ ഗ്രാമി പുരസ്കാരമില്ലേ അല്ലേ, ഗ്രാമി പുരസ്കാര ജേതാവായ പ്രശസ്ത വയലിനിസ്റ്റും ഗായകനുമായ ശങ്കറിന്റെ നേതൃത്വത്തിലായി ആ പരിപാടി. ജനുവരി 14 വിദ്യാർത്ഥികൾക്കുള്ള മത്സരങ്ങളാണ്. അത് സുഗതകുമാരിയുടെ കവിത ചൊല്ലിക്കൊണ്ടായിരിക്കും ആരംഭിക്കുക. ഉദ്ഘാടനം ഡോക്ടർ D. സുധ, പ്രിൻസിപ്പാൾ NSS എഞ്ചിനീയറിംഗ് കോളേജ്. പിന്നെ സമാപന സമ്മേളനമാണ്. അത് 11:30 മണിക്കാണ്. ബഹുമാനപ്പെട്ട ഗവർണർ പങ്കെടുക്കും 11:30 മണിക്ക്. അദ്ദേഹത്തിന്റെ വൈഫും ഉണ്ടാവും മുഖ്യ അതിഥിയായി. ഇതില് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, MP ആശംസാ പ്രസംഗങ്ങൾ ഉണ്ടാവും. അധ്യക്ഷ പ്രസംഗം സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരിക്കും. കൾച്ചറൽ സെക്രട്ടറി ആയിരിക്കും അതിന്റെ സ്വാഗതം. ഉച്ചതിരിഞ്ഞ് വിദ്യാർത്ഥികൾക്കുള്ള മത്സരങ്ങൾ തുടങ്ങും. വൈകുന്നേരം 4 മണിക്ക് വിദ്യാർത്ഥികൾക്കുള്ള ക്വിസ് പ്രോഗ്രാം ഉണ്ടാവും. ഇതോടുകൂടി സമാപന സമ്മേളനം കഴിയും. എന്നാലും 15-ാം തീയതി കലാപരിപാടികൾ ഉണ്ടാവും. 15-ാം തീയതി വൈകുന്നേരം 5 മണി പരിപാടിയുടെയും പ്രദർശനത്തിന്റെയും സമാപനമാണ്. അത് മുഖ്യ അതിഥി വൈശാഖനായിരിക്കും. പ്രസിഡന്റ് കേരള സാഹിത്യ അക്കാദമി. വയലാറാമവർമ്മയുടെ കവിത ചൊല്ലിക്കൊണ്ടായിരിക്കും ആ പരിപാടികൾ. 6 മണിക്ക് പാലക്കാട്ട് നാടൻ കലാകാരന്മാരുടെ വിവിധ കലാപരിപാടികൾ.
അവതരണം പുതുശ്ശേരി ജനാർദ്ദനും സംഘവുമല്ല. ഈ രൂപത്തിലുള്ള പരിപാടികളാണ്. എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും പരിപാടിയെ സംബന്ധിച്ച് ഞാനിവിടെ സൂചിപ്പിച്ചിട്ടില്ല. ഇത് പ്രോഗ്രാം നോട്ടീസ് നിങ്ങൾക്ക് തരും. ഏതാണ്ട് ഇതിന് മന്ത്രി എ കെ ബാലൻ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. മറ്റു വാർത്തകളിലേക്ക്. പോലീസ് ആക്ട് പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ നിലനിൽക്കെ കോഴിക്കോട് പേരാമ്പ്രയിൽ വീണ്ടും ബോംബേർ. CPIM പ്രവർത്തകന്റെ വീടിന് നേരെയാണ് ബോംബേർ ഉണ്ടായത്. ജില്ലയിൽ ഹർത്താലിന് ശേഷവും പല പ്രദേശങ്ങളിൽ സംഘപരിവാർ ആക്രമണം തുടരുന്നു. മിഠായി തെരുവ് ആക്രമണവുമായി ബന്ധപ്പെട്ട് 7 RSS പ്രവർത്തകർ കൂടി പോലീസ് കസ്റ്റഡിയിൽ. പേരാമ്പ്ര വടക്കേടത്ത് താഴേക്കുനി രാധാകൃഷ്ണന്റെ വീടിനു നേരെയാണ് ബോംബേറുണ്ടായത്. ഇന്ന് പുലർച്ചെയോടെയാണ് സംഭവം. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ വീടിന്റെ ജനൽ ചില്ലുകളും വാതിലുകളും തകർന്നു. കഴിഞ്ഞ ദിവസവും പേരാമ്പ്രയിൽ വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. പോലീസ് ആക്ട് പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ നിലനിൽക്കെയാണ് ആക്രമണം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒരു 2 മണിയായിട്ടുണ്ടാവും. ശബ്ദം പൊട്ടിയാണ്. വാഴപ്പുള്ള ഗിൽസൊക്കെ പോയി, മറ്റേ ഉള്ളിലെ അലമാരി സർക്കസൊക്കെ പോയി. ആരാന്നുള്ള അറിയുന്നില്ലായിരുന്നു. രാത്രി അത് വന്നിട്ട് ഇങ്ങനെ ആക്രമിച്ചു പോവുക. രാമനാട്ടുകര കോളർകുന്ന് ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീടിനു നേരെ കല്ലേറും ഉണ്ടായി. ഹർത്താൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ അറസ്റ്റ് തുടരുകയാണ്. മിഠായി തെരുവ് ആക്രമിച്ച കേസിൽ ഇന്ന് 7 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. കോഴിക്കോട് പേരാമ്പ്രയിലും വടകര പോലീസ് സ്റ്റേഷൻ പരിധിയിലും പോലീസ് ആക്ട് പ്രകാരമുള്ള നിരോധനം തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. RSS BJP ആക്രമണ കേസിൽ കൊല്ലം ജില്ലയിൽ അറസ്റ്റ് തുടരുന്നു. കൊട്ടിയത്ത് പോലീസിനെ ആക്രമിച്ച സംഭവത്തിലും ചാത്തന്നൂരിൽ കട അടിച്ചു തകർത്ത കേസിലും 10 പേർ പിടിയിലായി. രാഷ്ട്രീയ സംഘർഷം നിലനിൽക്കുന്ന അടൂരിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ 3 ദിവസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. അക്രമ സംഭവങ്ങൾ തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിൽ ജില്ലാ പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. അതേസമയം പത്തനംതിട്ട ജില്ലയിൽ നടന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളിൽ ഇതുവരെ 110 പേരെ അറസ്റ്റ് ചെയ്തു. അടൂർ, കൊടുമൺ, പന്തളം പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് 3 ദിവസത്തേക്ക് പത്തനംതിട്ട ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. ഈ സ്ഥലങ്ങളിൽ സംഘം ചേരുന്നതിനും പ്രതിഷേധ പ്രകടനം നടത്തുന്നതിനും വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2 ദിവസങ്ങളായി തുടരുന്ന സംഘർഷത്തിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TD ബൈജുവിന്റേതടക്കം 50-ലേറെ വീടുകളും CPIM പാർട്ടി ഓഫീസുകളും അടിച്ചു തകർക്കപ്പെട്ടു. അടൂർ ടൗണിൽ ഒരു മൊബൈൽ കടയ്ക്ക് നേരെയും CPM ഏരിയ കമ്മിറ്റി അംഗമായ രവീന്ദ്രന്റെ വീടിന് നേരെയും വ്യാഴാഴ്ച ബോംബാക്രമണവും ഉണ്ടായി. അതേസമയം പത്തനംതിട്ട ജില്ലയിൽ നടന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട 76 കേസുകളിൽ 9 കേസുകൾ അടൂരിലാണ്. ജില്ലയിൽ ഇതുവരെ 110 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവരിൽ 85 പേർക്ക് ജാമ്യം ലഭിച്ചു. 25 പേരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ 204 പേർ കരുതൽ തടങ്കലിലുമാണ്. സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ കനത്ത സുരക്ഷയാണ് പോലീസ് ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. രാജ്യത്താകെ കലാപം സൃഷ്ടിക്കാനാണ് RSS ശ്രമമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇത് കേരളത്തിൽ വിലപ്പോകില്ല. ക്ഷേത്രങ്ങളും വിദ്യാലയങ്ങളും RSS ആയുധപുരകളാക്കുന്നു. ആക്രമണം CPIMന്റെ പ്രവർത്തന രീതിയല്ലെന്നും കോടിയേരി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഒരു വിഭാഗത്തിന്റെ ഒത്താശയോടുകൂടി നടക്കുന്ന ആക്രമണങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. ഇത് കേരളത്തിൽ സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി ആരംഭിച്ചിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പുതിയ മുന്നേറ്റത്തെ തടഞ്ഞ് അക്രമം എന്നൊരവസ്ഥ വരുത്തുക എന്നുള്ളതാണ് RSS ഉദ്ദേശിക്കുന്നത്. CPM BJP ആക്രമണം എന്ന വാർത്തയിലേക്ക് എത്തിച്ച് യഥാർത്ഥ പ്രശ്നത്തിൽ ശ്രദ്ധ തിരിച്ചു പിടിക്കാനാണ് RSS ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് CPIM ഈ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. BJPക്കാരുണ്ടാക്കുന്ന പ്രകോപനത്തിൽ CPM പ്രവർത്തകന്മാർ പെട്ടുപോകരുത്. വീടുകൾക്ക് നേരെ യാതൊരുവിധ അക്രമ സംഭവവും നടത്താൻ പാടില്ല എന്ന് ഉഭയകക്ഷി ചർച്ചയിൽ 2 പാർട്ടികളുടെയും നേതാക്കന്മാർ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലെടുത്ത തീരുമാനം അത് ലംഘിക്കാൻ പാടില്ല. ഇപ്പോൾ അത് തലശ്ശേരിയിൽ ലംഘിച്ചത് RSS ആളതിന് തുടക്കം കുറിച്ചത്. അവർ ലംഘിച്ചു എന്നതിൻ്റെ പേരിൽ ചില സംഭവങ്ങൾ അവിടെ ഉണ്ടായി. ഇനി അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എല്ലായിടത്തും പാർട്ടി പ്രവർത്തകന്മാർ ഇടപെടണം എന്ന് പരസ്യമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പക്ഷെ വർഗീയ കലാപം കേരളത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നടക്കുന്ന പോലെ നടപ്പാക്കാൻ ഇവിടെ സാധിക്കില്ല. അതിനുള്ള ശ്രമം കേരളത്തിൽ പലപ്പോഴും നടന്നിട്ടുണ്ട്.
അത് പക്ഷെ പരാജയപ്പെടുകയാണ് ഇവിടെ ഉണ്ടായത്. ഇപ്പോഴും ചില RSSകാർ ആ ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അത് കേരളത്തിൽ അനുവദിക്കില്ല, നടക്കാൻ പോകുന്നില്ല. കോഴിക്കോട്ട് അങ്ങനെ ചില പ്രചരണം നടത്തിയിരുന്നു, വർഗീയ ധ്രുവീകരണത്തിനുള്ള ചില നീക്കം നടത്തിയിരുന്നു, പള്ളിയിൽ ചില പ്രകോപനം ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ പൊതുവിൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ടാണ് RSSന്റെ അജണ്ട ഇവിടെ നടപ്പാക്കാൻ കഴിയാത്തത്.